ഇന്ന് ഈ വീഡിയോ വരാൻ കാരണം പയ്യന്നൂർ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. പയ്യന്നൂർ റോഡ് വികസനം നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ ഫണ്ട് ഉപയോഗിച്ച് വൻ വികസന പദ്ധതിക്കാണ് പയ്യന്നൂരിൽ LDF ഗവൺമെൻറ് മുന്നോട്ട് ഇറങ്ങിയതെന്ന് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. പക്ഷേ ജനങ്ങൾക്കിടയിലും വ്യാപാരികൾക്കിടയിലും ഒരു ആശങ്കയുണ്ട്. കാരണം ഇത് എപ്പോഴാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുക എന്നത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾക്ക് പയ്യന്നൂരിലെ വ്യാപാരികളോട് തന്നെ അക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചറിയാം. ഇപ്പം പഞ്ചാബ് ഇങ്ങോട്ട് റോഡ് വികസനം നടക്കുന്നുണ്ടല്ലോ സ്മാർട്ടി. അപ്പോൾ വ്യാപാരികളൊന്നും ചിലവരൊന്നും ഇപ്പം സാധനമൊന്നും ഇറക്കുന്നില്ല. കാരണം അവർക്ക് എത്രാം തീയതി ഇത് പൊളിയും ഒന്നും അറിയുന്നില്ല. അപ്പോൾ അതിൻ്റെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക്? ഇല്ല, പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പുതിയ മുനിസിപ്പൽ കമ്മിറ്റിയൊക്കെ വന്നു. അത് കാരണം ആളുകൾക്ക് വലിയ പ്രതീക്ഷയിലാണ്. അപ്പോൾ പയ്യന്നൂരിൻ്റെ തീർച്ചയായും തന്നെ മാറാവുന്ന പദ്ധതിയാണ് ഇവിടെ അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വാണിജ്യ ഈ സംഘടനകളും മറ്റും ഒക്കെ അതുപോലെ കച്ചവടക്കാരൊക്കെ ചോദിക്കുന്നു എന്താവും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വലിയ പ്രതീക്ഷയിലാണുള്ളത്. എപ്പോഴാകും, ഇപ്പോൾ ഉടനെ ഇതിൻ്റെ പണി തുടങ്ങുമോ, അല്ല തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ കാത്തു നിൽക്കേണ്ടി വരുമോ ഇപ്പോൾ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. ഏതായാലും നമ്മളൊക്കെ അവരോട് പറയുന്ന മറുപടി ഇതാണ്. പുതിയ മുനിസിപ്പൽ ഭരണസമിതിയൊക്കെ വന്നതുകൊണ്ട് പുതിയ ചെയർമാൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ ഇടപെടലുണ്ടാവും. എന്തായാലും ഇതൊക്കെ ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ നന്നായി നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ ജനങ്ങളുടെ. അതിൽ നിന്നും മാറ്റമുണ്ടാക്കുന്നത് ശരിയല്ല. കാരണം തെരഞ്ഞെടുപ്പൊക്കെയാണ് വരുന്നത്. അപ്പോൾ ജനങ്ങളെയൊക്കെ തൃപ്തിപ്പെടുത്തേണ്ടത് എല്ലാവരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ ഭരണസമിതിയുടെയും ഒക്കെ ഉത്തരവാദിത്വമാണ്. അത് മാത്രമല്ല, ഇവരുടെ ആകാംക്ഷ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഭരണസമിതിയുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നാണ്. റോഡ് വികസനം എന്തായാലും നല്ലത് തന്നെയാണ് അല്ലേ? റോഡ് വികസനം നല്ലതാണ്. എന്തായാലും അത് നമ്മുടെ നാടിൻ്റെ മോശമായ മാറ്റും എന്ന് യാതൊരു സംശയവുമില്ല. പയ്യന്നൂർ ഏറ്റവും പിന്നിലാണ് എന്നാണ് പരക്കെ പുറത്തു പോകുമ്പോഴൊക്കെ ആളുകൾ പറയുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാകണം. ഈ പ്രത്യേക സാഹചര്യത്തിൽ അത്രയേ പറ്റുള്ളൂ. അപ്പോൾ ആ വികസനം എന്തായാലും ഇവിടെ നടപ്പിലാകണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ അഭിപ്രായം. പയ്യന്നൂരിലെ പ്രമുഖ നേതാവായ ബാലേട്ടൻ എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്? ഈ ജംഗ്ഷൻ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് പയ്യന്നൂരിൻ്റെ ഒരു സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പയ്യന്നൂർ ടൗണിലേക്ക് വരുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ ടൗൺ എന്ന് പറയുന്നത് നീളത്തിൽ കിഴക്ക് പടിഞ്ഞാറായി നീണ്ടുകിടക്കുന്ന ഒരു പ്രദേശമാണ്. അപൂർവം മാത്രമേ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇത് വികസിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഈ കിഴക്ക് പെരുമ്പ മുതൽ പടിഞ്ഞാറ് റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ഭാഗങ്ങളാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഭാഗം വളരെ ഗംഭീരമായി അത് ഇപ്പം മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ മാറ്റങ്ങൾ ഇപ്പം ഈ കൊച്ചി ഭാഗങ്ങൾ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുണ്ടായിട്ടുണ്ട്. എന്നാൽ പയ്യന്നൂർ ഈ സെൻട്രൽ ബസാർ എന്ന് പറയുന്നത് ഇപ്പോഴും വളരെ മോശമായ ഒരവസ്ഥയിലാണ്. പഴയ കെട്ടിടങ്ങൾ അതൊക്കെ തന്നെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വേറായ തരത്തിലേക്കുള്ള അപകട ഭീഷണിയുള്ള കെട്ടിടങ്ങൾ അതെല്ലാം എന്നും ഈ ടൗണിൽ വരുന്നവർക്ക് ഭീഷണിയാണ്. അപ്പോൾ അതൊക്കെ മാറി ഒരു നല്ല സൗകര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ പയ്യന്നൂരിലേക്ക് മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വരാൻ വേണ്ടി പറ്റൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പദ്ധതിയാണ് MLA നേതൃത്വത്തിൽ പുതിയ ഈ LDF ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രാഥമികമായ ചില ചടങ്ങുകളൊക്കെ തന്നെ നടന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ അളന്ന് കല്ലിട്ടിട്ടുണ്ട്, കല്ലല്ല അളന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തുകൊണ്ട് അത് അതിൻ്റെ ഉടമസ്ഥരിൽ നിന്നും കാശ് കൊടുത്ത് ആ സ്ഥലം കരസ്ഥമാക്കണം. അപ്പോൾ അതിൻ്റെ നടപടിക്രമം എന്ന് പറയുന്നത് ഒരു വലിയ പ്രൊസീജിയറാണ്. അത് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രൊസീജിയറാണ്. അതിന് നടപടിക്രമം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഈ വികസനം എന്ന് പറയുന്നത് പയ്യന്നൂരെ സംബന്ധിച്ചിടത്തോളം വലിയ അത്യന്താപേക്ഷിതമാണ്. പയ്യന്നൂർ വികസനവുമായി ബന്ധപ്പെട്ട് വലിയ കാഴ്ചപ്പാട് ഉണ്ടാക്കുന്ന വികസനം അത് തീർച്ചയായിട്ടും പൂർത്തീകരിക്കണമെന്നാണ് പാർട്ടിയുടെ അഭിപ്രായം. പല വ്യാപാരികൾക്കും ഇത് വരുമില്ലെന്നൊരു ഇതുണ്ട്. അതിന് യാതൊരു ആശങ്കയുമില്ല. എന്തായാലും നിർബന്ധമായിട്ടും വരുമല്ലോ. എന്തായാലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് വരും എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ അവസാനഘട്ട ഇപ്പോൾ ഭരണം തുടർച്ച വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കും. അല്ലെങ്കിലും അത് ഒരു ഗവൺമെൻറ് ഇതെല്ലാം ഈ ഭരണം മാറി വന്നാൽ ഇതെല്ലാം ഒരു പ്രൊസീജിയറാണല്ലോ. ആര് ഭരിക്കുന്നത് മാറി വരും. പക്ഷെ നമ്മുടെ ഈ പദ്ധതികളൊക്കെ തന്നെ അത് അതിൻ്റെ ക്രമത്തിലങ്ങ് നടക്കും. അപ്പോൾ അതൊരു ഘട്ടം പൂർത്തിയായ ഒരു പദ്ധതിയാണ്. ഫണ്ട് അതിന് അലോട്ട്മെൻറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എന്തായാലും അത് പൂർത്തീകരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മളിപ്പോൾ പയ്യന്നൂരിലെ പ്രമുഖ
ഹാർഡ്വെയർസ് വ്യാപാരിയായ ഹാർഡ്വെയർസായ സെൻട്രൽ ഹാർഡ്വെയർസിലാണുള്ളത്. ഈ പയ്യന്നൂർ ടൗണിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ഈ റോഡ് വികസനത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഹാർഡ്വെയർസിൻ്റെ ഓണറായ അബ്ദുൽ ഖാദറിന് എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്? പയ്യന്നൂർ വികസനം വളരെ അത്യാവശ്യമാണ്. അത് എങ്ങനെ വികസിപ്പിക്കണം എന്നതാണ് കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർ കുറേ കൊല്ലങ്ങളായി നടന്നു വരുന്ന ഒരു സംവിധാനത്തിൻ്റെ ഒരു ഭാഗമാണ് അത്. അവരെ നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഒരു പേടി അവർക്കുണ്ട്. ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം പൊളിക്കാന്ന് പറഞ്ഞാൽ ഒരു ബീമിൻ്റെ ഒരു പില്ലറിൻ്റെ ഒരു ഭാഗം പൊളിച്ചു കഴിഞ്ഞാൽ ഏതാണ് മുൻഭാഗം 10-12 അടി നീളമുള്ള സ്ഥലം അങ്ങനെ പോകേണ്ടി വരും. ബിൽഡിങ് ഉടമക്കും അവിടെ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരനും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടിട്ട് ഒരു വികസനമാണ് പയ്യന്നൂരിൽ ഇപ്പോൾ ആവശ്യമുള്ളത്. അതല്ലാതെ എല്ലാവരും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള വികസനം കൊണ്ട് ബുദ്ധിമുട്ടാണ്. അതേസമയത്ത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനും കച്ചവടം ചെയ്യാനും സൗകര്യങ്ങളും വേണം. പക്ഷേ കച്ചവടക്കാരെയും ബിൽഡിംഗ് ഉടമകളെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള വികസനം ഞങ്ങൾ കച്ചവടക്കാരെന്ന രീതിയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ ഡെയിലി വാങ്ങുന്നുണ്ട്. ഇന്നും വാങ്ങുന്നൊന്നും പറയണ്ട, വാങ്ങിയിരിക്കും. പറഞ്ഞോ, റോഡ് വരോ? റോഡ് വികസനം വരോ? അഭിപ്രായം ഇല്ല. പുരോഗതി ഉണ്ടാവും. അപ്പൊ ഈ റോഡ് വികസനം വരും എന്നാ പറയുന്നത്. അടുത്താനം വരോ? അടുത്താനം വരോ? അടുത്ത് വരും. ഉറപ്പന്നത് ഒരു സംശയമില്ല. വ്യാപാരിയാണ് ഞാൻ വ്യാപാരിയാണ്. റോഡ് വികസനം ഒരു ഇലക്ഷൻ ആകുന്നതിന് മുമ്പേ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാവോ? ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യത. ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ട്. എനിക്ക് പറയാൻ കഴിയും. അപ്പൊ ഇത് എത്ര മീറ്ററാണ് പോകുന്നത് ഇവിടുന്ന് നിങ്ങളുടെ ഷോപ്പ്? ഇവിടെ 3.5 മീറ്റർ 4 മീറ്റർ പോകും. 4 മീറ്റർ പോകും. 100 കൊല്ലം പഴക്കമായി ഞാൻ ഈ കച്ചവടം ചെയ്യുന്നു. എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ കച്ചവടപ്പൂലിയാണ്. 100 വർഷത്തെ പഴക്കമുണ്ടല്ലോ ഈ ബിൽഡിങ്ങിന്? ഈ ബിൽഡിങ്ങിന് 100 വർഷത്തെ പഴക്കമുണ്ട്. 100 കൊല്ലത്തെ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ കച്ചവടമാണ്. വികസനം ഒക്കെ നാട്ടിൽ നല്ല തന്നെ. നമ്മളെ കഷ്ടപ്പെടുത്തിയിട്ട് അത് ചെയ്തു. നമുക്ക് ജീവിത പ്രശ്നം കുറേ ഉണ്ട്. ഇവിടെ ഇപ്പൊ സിഗ്നലും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കച്ചവടത്തിനെല്ലാം ബാധിച്ചിരുന്നു. പുനരധിവാസം വേണം എന്നാ നിങ്ങൾ അഭിപ്രായപ്പെടുന്നത്? അതുപോലെ